ആ നേഴ്സ് ഡയാലിസിന് വിധേയയാണ്. അങ്ങനെ 2-3 മണിക്കൂർ ഡയാലിസിസ് ചെയ്യുന്ന അവസരത്തിൽ ഈ നേഴ്സ് എന്താ ചെയ്യുന്നറിയാവോ? മൊബൈലിലൂടെയൊക്കെ ഓരോ രോഗികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, സഹായിച്ചുകൊണ്ട്. ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഫുൾ ടൈം. അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞ വിശേഷമാണത്. അവളുടെ ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള വിഷമവും ദുഃഖവും പ്രയാസവും ഒന്നുമല്ല അവളുടെ പ്രശ്നം. അപ്പോഴും അവളുടെ ചിന്ത പോണത് മറ്റുള്ള രോഗികളെ ആശ്വസിപ്പിക്കാനുള്ള മനോഭാവം. ഞാനപ്പോൾ ഓർക്കുകയാണ്, മാതാവ് തൻ്റെ ക്ലേശങ്ങൾ വിസ്മരിച്ചുകൊണ്ട് എലീശാമ്മയെ ശുശ്രൂഷിക്കാൻ ഓടുന്ന ആ മനോഭാവം അല്ലേ ഈ നേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഡയാലിസിസ് നടക്കുന്ന സമയത്തും കൂടി മറ്റുള്ള രോഗികളെ ആശ്വസിപ്പിക്കാൻ ആ ടൈമും കൂടി അവൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾക്കും ഈ മനോഭാവം സ്വന്തമാക്കാം. എൻ്റെ പ്രശ്നങ്ങളും ക്ലേശങ്ങളും എനിക്ക് പ്രശ്നമല്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ആശ്വാസകരങ്ങളുമായി ഇറങ്ങിച്ചെല്ലാനുള്ള മനോഭാവം, അതും തിടുക്കത്തിൽ മറക്കരുത്.